ഇന്ത്യയുടെ ചരിത്രമെടുത്തു നോക്കിയാൽ BC 500 കാലഘട്ടത്തിൽ പുതിയ മതങ്ങളുടെ ആവിർഭാവം ഉണ്ടാവുകയാണല്ലോ. പ്രധാനമായും അതിൽ പറയുന്നത് ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഒക്കെ പിറവികളാണ്. കൾച്ചറൽ യൂണിറ്റി എന്ന ആശയത്തിൽ പിറവികൊണ്ട രണ്ട് മതങ്ങൾ എന്ന് ലളിതമായി തന്നെ പറയാം. അതിന് സ്വാഭാവികമായും ചില കാരണങ്ങളും ഉണ്ടാവുമല്ലോ. പൊതുവെ BC 1500-നും BC 500-നും ഇടയിലുള്ള കാലത്തെ വേദിക് പീരീഡ് എന്നാണ് പറയാറുള്ളത്. ഈ സമയത്ത് വേദിക് റിലീജിയനും പടർന്ന് പന്തലിക്കുകയുണ്ടായി. അപ്രകാരം പിന്നീടാണ് ജൈനിസം ബുദ്ധിസം പോലുള്ള ഇത്തരം പുതിയ മതങ്ങൾ ഉണ്ടാവുന്നതിനും അത് ശക്തി പ്രാപിക്കുന്നതിനുമൊക്കെ അവസ്ഥയുണ്ടായത്. അതിന് സ്വാഭാവികമായും ചില കാരണങ്ങളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ മതങ്ങളുടെ ആവിർഭാവത്തെപ്പറ്റി പറയുമ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ പറയേണ്ടതുണ്ട്. അഥവാ വേദിക് റിലീജിയനിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വേർതിരിവുകളിൽ നിന്ന് തുടങ്ങുന്നു പുതിയ മതങ്ങളുടെ ആവിർഭാവം എന്നതു തന്നെ. അതിപ്രകാരമാണ്. BC 500 കാലഘട്ടത്തിനൊക്കെ മുൻപ് ഏതാണ്ട് BC 1500 മുതൽ BC 500 വരെയുള്ള കാലഘട്ടം വരെ ഇന്ത്യൻ പ്രദേശങ്ങളൊക്കെ തന്നെയും വേദിക് കാലഘട്ടത്തിലാണുള്ളത്. അതായത് ആ കാലത്തെ വേദിക് റിലീജിയൻ എന്ന് പറയാറുണ്ട്. അഥവാ ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ തുടങ്ങിയ വേദങ്ങളുടെ അതേ കാലഘട്ടം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇൻഡോ ആര്യൻസിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടായ മതം എന്ന് പറയാം. കാരണം അവരാണ് വേദങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്രകാരം നിർമ്മിക്കപ്പെട്ട വേദിക് റിലീജിയൻ എന്നത് പ്രധാനമായും ബ്രാഹ്മണരെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. സമൂഹത്തിലെ സകല കാര്യത്തിലും ഒന്നാം സ്ഥാനം ബ്രാഹ്മണർക്ക് നൽകിയത് കൊണ്ട് തന്നെ ഇത് ബ്രാഹ്മിനിസം എന്ന പതിയെ അറിയപ്പെട്ടു. അതാണ് പിൽക്കാലത്ത് ഹിന്ദുയിസത്തിലേക്കും വരുന്നത്. ഏതായാലും BC 500 കാലഘട്ടത്തോടെ വേദിക് റിലീജിയൻ എന്ന സംവിധാനത്തിന് അവസാനമോ അല്ലെങ്കിൽ ഡിക്ലൈനൊക്കെ ഉണ്ടാവുകയാണ്. അതോടെയാണ് മറ്റ് മതങ്ങൾ കൂടെ ഉണ്ടാവുന്നതും. ഈ കാലഘട്ടത്തിലൊക്കെ തന്നെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക പദവികൾ അവർ ദുരുപയോഗം ചെയ്യുകയും എല്ലാവരേക്കാളും ഉയർന്നവർ തങ്ങളാണെന്ന നാട്യത്തിൽ ജീവിക്കുകയും ചെയ്തു. അവർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക അധികാര ശക്തികളൊക്കെ തന്നെയും അവരെ സമൂഹത്തിലെ മറ്റുള്ളവരോട് മോശമായ പ്രവണതകൾ കാണിക്കുന്നതിനും ഇടയാക്കി മാറ്റി. സ്വാഭാവികമായും ഇത് സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് കടുത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ലല്ലോ. വേദിക് കാലഘട്ടത്തിലെ വർണ്ണ സിസ്റ്റം എന്നതും എടുത്തു പറയേണ്ടതാണല്ലോ. സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്നും തുടരുന്നുണ്ട് എന്നതുമാണ്. വർണ്ണ എന്നത് ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സംസ്കൃതം വാക്കാണ്. ഏതായാലും സമൂഹത്തെ വിഭജിച്ചിരുന്നത് 4 തരത്തിലായിരുന്നു. ആദ്യമേ തന്നെ ബ്രാഹ്മിൻസ്, പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഉൾപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. അടുത്ത വിഭാഗമായി ഉണ്ടായിരുന്നത് ക്ഷത്രിയസാണ്. അവരെന്നത് ഭരണാധികാരികളും പടയാളികളും ഒക്കെയായി വരും. അടുത്തതായി വൈശ്യ എന്നത് പ്രധാനമായും കർഷകരും കച്ചവടക്കാരുമൊക്കെ ഉൾപ്പെട്ടവരാണ്. പിന്നെ ശൂദ്രാസ് എന്നത് തൊഴിലാളികളും മറ്റ് സേവനങ്ങൾ നടത്തുന്നവരുമൊക്കെയായി ഉൾപ്പെട്ടു. അത്തരത്തിൽ ഈ 4 വിഭാഗങ്ങളിൽപ്പെടുന്ന മനുഷ്യർ സവർണ എന്ന മേഖലയിലും, എന്നാൽ ഈ വിഭാഗങ്ങളിൽപ്പെടാത്ത ഏത് മനുഷ്യ വിഭാഗവും അവർണ എന്ന ക്ലാസിഫിക്കേഷനിലും വരികയുണ്ടായി. ദളിതനും ഗോത്രവർഗ്ഗക്കാരുമൊക്കെയാണ് ഈ വിഭാഗത്തിൽ വന്നത്. അവിടെ തൊട്ടുകൂടായ്മ പോലുള്ള സംഭവങ്ങളും ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ സമൂഹം എന്നത് ചിലർ നിർമ്മിച്ച നടപടികളിൽ കൃത്യമായി വിഭജിച്ച കാലമാണ് വേദിക് പീരീഡ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അതിൽ തന്നെ ഈ വർണ്ണ സമ്പ്രദായം നിർമ്മിച്ചത് ബ്രാഹ്മണർ തന്നെയാണല്ലോ. അമ്പലങ്ങളിലെ പൂജാരിമാരായും ഗുരുകുലങ്ങളിലെ അധ്യാപകരായും നിലനിന്നിരുന്ന അവർ അതുകൊണ്ട് തന്നെ ക്രമേണ സമൂഹത്തിൻ്റെ ഉയർന്ന മേഖലകളിലേക്ക് കടന്നു കയറുകയുണ്ടായി. അതോടുകൂടി പതിയെ പതിയെ അവർ പല പല പുതിയ നിയമങ്ങളും മറ്റും എഴുതി ചേർക്കുകയുമുണ്ടായി. സ്വാഭാവികമായും ബ്രാഹ്മണ വിഭാഗത്തിന് കൂടുതൽ ശക്തിയും അതിന് താഴെയുള്ളവർക്ക് കൂടുതൽ കഠിനവുമായ നടപടികൾ വന്നു ചേർന്ന ഇത്തരം നിയമങ്ങളെ പാലിച്ചില്ലെങ്കിൽ സ്വർഗം ലഭിക്കില്ല എന്ന സ്വാഭാവിക മറുവാദവും ഒക്കെ അവർ ഉയർത്തിവെച്ചു. അപ്രകാരം മറ്റുള്ള ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന, ദ്രോഹിക്കുന്ന ഒരു കാലഘട്ടം വന്നു ചേർന്നു. മനുഷ്യരെ രണ്ടായി കാണുന്ന അവസ്ഥയുമുണ്ടായി. സമൂഹത്തിൽ ശക്തരല്ലാത്ത മനുഷ്യർ കൂടുതൽ മികച്ച ഒരു ജീവിത സാഹചര്യങ്ങൾ തേടി തുടങ്ങി. അത്തരത്തിൽ ഈ നടപടികൾ സ്വാഭാവിക ജനവിഭാഗങ്ങളിൽ ബ്രാഹ്മണിസം എന്നതിനോട് കടുത്ത വിയോജിപ്പുകൾ ഉയർന്നു വരുന്നതിന് കാരണമായി മാറുകയും ചെയ്തു. അഥവാ വേദിക് റിലീജിയൻ എന്നത് സമൂഹത്തിൽ കൃത്യമായ ഒരു വിടവ് സൃഷ്ടിക്കുകയും താഴ്ന്ന മേഖലകളിൽ പെടുത്തിയവർ കൂടുതൽ കൂടുതൽ ഉപദ്രവങ്ങൾ നേരിടുന്നതിനും കർശനമായ നിയമശിക്ഷാ വ്യവസ്ഥകളുമൊക്കെ പാലിക്കുന്നതിനുമൊക്കെ അവസ്ഥ വന്നതോടെ പുതിയ മതങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ഈ വേദിക് കാലഘട്ടം എന്നത് 4 വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ഉണ്ടായ ചരിത്രപരമായി നോക്കിയാൽ വലിയൊരു കാലഘട്ടമാണെന്ന് കൂടി ഓർക്കുക. വേദ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം തന്നെ അറിവ് എന്നാണ്. അങ്ങനെ വേദങ്ങൾ എന്നത് ഈ കാലഘട്ടത്തിൻ്റെയും പിന്നീട് ഹിന്ദുയിസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന കാര്യമായി മാറുകയും ചെയ്തു. ഏതായാലും വേദിക് കാലഘട്ടത്തിൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ചിലർ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ കൾച്ചറൽ യൂണിറ്റിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മറ്റ് മതങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് കാരണമായി.
അങ്ങനെ അത് ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഒക്കെ തുടക്കത്തിന് കാരണമാവുകയും ചെയ്തു. അപ്രകാരം ജൈനിസത്തെക്കുറിച്ചും ബുദ്ധിസത്തെക്കുറിച്ചും അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്. കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ വേദിക് കാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ പ്രദേശങ്ങളിൽ കൾച്ചറൽ യൂണിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ മതങ്ങൾ ഉണ്ടാവുകയാണല്ലോ. വേദകാല മതങ്ങളിലുണ്ടായ ദുഷിച്ച പ്രവണതകൾക്കെതിരായ പ്രസ്ഥാനങ്ങളായും ഈ പുതിയ മതങ്ങളെ കണക്കാക്കാവുന്നതാണ്. മറ്റൊരർത്ഥത്തിൽ വേദകാലത്തുണ്ടായ മാറ്റങ്ങളുടെ പരിണിതഫലമായ ബ്രാഹ്മണാധിപത്യത്തിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണയത്തിനെതിരെ നടന്ന സുസംഘടിതമായ എതിർപ്പിൽ നിന്ന് ഉടലെടുത്തതാണ് പുതിയ മതങ്ങൾ എന്നുകൂടി പറയാവുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ സ്വാഭാവികമായും ബുദ്ധിസവും ജൈനിസവും തന്നെയാണല്ലോ. അപ്രകാരം ഈ വീഡിയോയിലൂടെ ജൈനമതത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ജൈനമതം എന്നത് ബുദ്ധിസത്തെക്കാളും പ്രാചീനതയുള്ള ഒരു മതമാണ്. ജൈനിസം ആരംഭിച്ചത് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള വർദ്ധമാന മഹാവീരനിൽ നിന്നല്ല. പകരം ജൈനമതം സ്ഥാപിച്ചത് ഋഷഭദേവയാണ്. 24 തീർത്ഥങ്കരന്മാരിൽ ഒന്നാമത്തെ ആളായിരുന്നു ഇദ്ദേഹം. 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു സത്യത്തിൽ വർദ്ധമാന മഹാവീരൻ. അതായത് ജൈനിസം വളർന്നത് 24 സ്പിരിച്വൽ ടീച്ചേഴ്സിലൂടെയാണെന്ന് പറയാം, അതായത് തീർത്ഥങ്കരാസ്. അതിൽ തന്നെ വർദ്ധമാന മഹാവീരൻ എന്നത് ജൈനമതത്തെ പരിഷ്കരിക്കുകയും അതിൻ്റെ പ്രചാരത്തിൽ നിർണായകമായ സ്ഥാനം വഹിക്കുകയും ചെയ്ത ആളാണെന്ന് കൂടി ഓർക്കുക. അതുകൊണ്ട് തന്നെ വർദ്ധമാന മഹാവീരനെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. വർദ്ധമാന മഹാവീരൻ എന്നത് ഏതാണ്ട് BC 600 കാലത്ത് ജനിച്ച ഒരാളാണ്. ഒരു രാജകീയ കുടുംബത്തിലായിരുന്നു മഹാവീര ജനിച്ചത്. ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച മഹാവീരൻ്റെ അച്ഛൻ സിദ്ധാർത്ഥനും അമ്മ ത്രിശാലിയുമായിരുന്നു. വർദ്ധമാനൻ്റെ പിതാവ് ജാത്രിക കുലത്തിൻ്റെ മേധാവിയും അമ്മ ലിച്ഛവി കുലത്തിലെ രാജകുമാരിയുമായിരുന്നു. സ്വാഭാവികമായും ആ കാലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഉയർന്ന പദവിയുള്ള സമ്പന്ന വിഭാഗത്തിലാണ് വർദ്ധമാന മഹാവീരൻ്റെ ജനനവും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. തുടർന്ന് മഹാവീരൻ ഉന്നത വിദ്യാഭ്യാസം നേടുകയും യശോദ എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ഒക്കെ ഉണ്ടായി. എന്നാൽ മഹാവീരൻ പിന്നീട് ലൗകിക സുഖങ്ങളെല്ലാം വെടിയുകയും സന്യാസം സ്വീകരിക്കുകയുമാണ് ചെയ്തത്. ഏതാണ്ട് 12 വർഷം നീണ്ടുനിന്ന ദേശാടനവും സന്യാസത്തിനുമൊക്കെ അപ്പുറം 42ാമത്തെ വയസ്സിൽ വർദ്ധമാനൻ പരമമായ ജ്ഞാനം നേടുകയും പിന്നീട് ജിനൻ എന്നും മഹാവീരൻ എന്നുമുള്ള പേരുകളാൽ അറിയപ്പെടാൻ തുടങ്ങി. ജിനൻ എന്ന പേരിൽ നിന്നാണ് ജൈനമതം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ബ്രാഹ്മിനിസത്തിൻ്റെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ ജൈനമതം ഉയർന്നു വന്നത്. അപ്രകാരം ഒരു വിപ്ലവവും കൂടി നമുക്കിവിടെ കാണാവുന്നതാണ്. അഥവാ വർദ്ധമാന മഹാവീരൻ എന്നത് ഒരു പരിഷ്കർത്താവ് കൂടിയായിരുന്നു എന്നത് തന്നെ. ചാതുർവർണ്ണയവും മറ്റുമായി ചൂഷണങ്ങൾ നേരിട്ട ജനവിഭാഗങ്ങളിലേക്ക് ജൈനമതം വരികയും ജാതിരഹിതവും സാർവജനീനവുമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. മനുഷ്യരെ വിഭജിക്കുന്നതിന് പകരം മാനുഷിക സമത്വത്തിൽ വിശ്വസിക്കുന്ന ജൈനമതം ജനങ്ങൾക്ക് ആശ്വാസം നൽകി. ഒപ്പം തന്നെ ജൈനമതത്തിൻ്റെ പരമപ്രധാനമായ തത്വമായി അഹിംസ എന്നത് നിലകൊണ്ടു. അപ്രകാരം പുതുതായി രൂപപ്പെട്ട ജൈന ബുദ്ധമതങ്ങൾ തമ്മിൽ മത്സരമുണ്ടായെങ്കിൽ പോലും ജൈനമതം അതിവേഗം വളരുകയുണ്ടായി. അജാതശത്രു, ചന്ദ്രഗുപ്ത മൗര്യൻ, ഖരവേലൻ, അമോഘവർഷൻ തുടങ്ങിയ രാജാക്കന്മാരും ജൈനമതത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി മാറി. അപ്രകാരം ജൈനമതം പലയിടങ്ങളിലേക്കും വ്യാപിക്കുകയും ശക്തമായ ഒരു സാന്നിധ്യമായി മാറുകയുമുണ്ടായി. അപ്രകാരം ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലേക്ക് പടർന്നു കയറിയ ജൈനമതം ക്ഷയിക്കുന്നത് AD 12ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അതിനുള്ള പ്രധാന കാരണമെന്നത് വർദ്ധമാന മഹാവീരന് ശേഷം അത്തരത്തിലുള്ള ഒരാൾ ഉണ്ടായില്ല എന്നതുമാണ്. അതുകൊണ്ട് തന്നെ ജൈനമതത്തിൻ്റെ കെട്ടുറപ്പ് പതിയെ പതിയെ നഷ്ടപ്പെട്ടെന്ന് പറയാം. തമ്മിൽ പ്രശ്നങ്ങളും അനൈക്യങ്ങളുമൊക്കെ പതിയെ തല പൊക്കുവാനും ആരംഭിച്ചു. ജൈനമതം തന്നെ 2 വിഭാഗങ്ങളായി മാറുകയുമുണ്ടായി. അത് ദിഗംബരർ എന്നതും ശ്വേതാംബരർ എന്നതുമാണ്. ഇപ്രകാരം കാലം മാറിയപ്പോൾ മതത്തിലുണ്ടായിരുന്ന ഐക്യദാർഢ്യം നഷ്ടമാവുകയും അതേസമയം മറ്റു മതങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ ജൈനമതം തകരുകയുണ്ടായി. പക്ഷേ അപ്പോഴും പിൽക്കാലത്ത് ഇന്ത്യയിൽ ബുദ്ധിസം പോലെ ജൈനിസം നാമാവശേഷമായില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. പകരം പലയിടത്തും ഇന്നും ജൈനമതത്തെ കാണാവുന്നതാണ്. മറ്റൊരർത്ഥത്തിൽ ജൈനിസം ഒരു പരിധിവരെ ഹിന്ദുയിസത്തിലേക്ക് മാറുകയുമുണ്ടായി. ഏതായാലും ജാതിരഹിത സമൂഹത്തിനു വേണ്ടിയാണല്ലോ ജൈനമതം നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് ഹിന്ദുയിസത്തിലെ ജാതി ഭിന്നതകളെ ലഘൂകരിക്കുന്നതിന് ഒരു പരിധിവരെയെങ്കിലും സഹായകമാവുകയുണ്ടായി എന്ന് പറയാവുന്നതാണ്. വേദകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ മേഖലകളിൽ ഉയർന്നു വന്ന മതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുദ്ധിസമാണല്ലോ. ശാന്തി, സദ്ഭാവന, സൗഹൃദം എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിച്ച മതമായിരുന്നു സത്യത്തിൽ ബുദ്ധിസം. അപ്രകാരം ഈ വീഡിയോയിലൂടെ ബുദ്ധിസത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ബുദ്ധിസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരേണ്ട പേരാണല്ലോ ഗൗതമ ബുദ്ധൻ എന്നത്. അഥവാ BC 563-483 കാലത്ത് ജീവിച്ച ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ. വേദകാലത്തെ ദുഷിച്ച പ്രവണതകളെ ചോദ്യം ചെയ്ത മറ്റൊരു പരിഷ്കർത്താവ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സിദ്ധാർത്ഥ ഗൗതമൻ എന്നതായിരുന്നു. ശാക്യകുലത്തിലെ രാജാവായ ശുദ്ധോധനൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മായാദേവിയുടെയും പുത്രനായി
ലുംബിനി ഗ്രാമത്തിലാണ് ഗൗതമ ബുദ്ധൻ ജനിക്കുന്നത്. ഈ ലുംബിനി എന്നത് ഇന്നത്തെ നേപ്പാളിൻ്റെയൊക്കെ ഭാഗമാണ്. ജനിച്ച 7-ാം ദിവസം മാതാവ് മരണപ്പെടുന്നു. തുടർന്ന് ചിറ്റമ്മയായ മഹാപ്രജാപതി അദ്ദേഹത്തിനെ വളർത്തുന്നു. ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്ന അദ്ദേഹം 16-ാം വയസ്സിൽ യശോധരാദേവിയെ വിവാഹം കഴിക്കുന്നു. 29 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഏകപുത്രനായ രാഹുലനും ജനിക്കുന്നത്. തുടർന്ന് ഗൗതമൻ തൻ്റെ 29-ാം വയസ്സിൽ എല്ലാ ലൗകിക സുഖസൗകര്യങ്ങളും വെടിഞ്ഞുകൊണ്ട് സന്യാസം സ്വീകരിക്കുകയാണ്. ഈ ജീവിതവും മഹാവീരയുടെ ജീവിതവും തമ്മിൽ നിങ്ങൾക്ക് വളരെയേറെ സാമ്യതകളും കണ്ടെത്താവുന്നതാണ്. സത്യത്തിൽ ജൈനിസവും ബുദ്ധിസവും ഒക്കെ ബ്രാഹ്മണിസത്തിനെതിരായി ഉയർന്നു വന്ന മതങ്ങളാണ്. അഥവാ ആ കാല ചൂഷണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കായി നിലകൊണ്ട സാമൂഹ്യ പരിഷ്കർത്താക്കൾ കൂടിയാണ് ഇരുവരും എന്നത് തന്നെ. സ്വാഭാവികമായും ജൈനിസം എന്നത് ബുദ്ധിസത്തേക്കാളും പ്രാചീനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഗൗതമ ബുദ്ധനും ആദ്യകാലത്ത് ജൈനിസത്തിൽ ആകൃഷ്ടനായിരുന്നു. ജൈനിസത്തിൻ്റെ ആശയങ്ങളിൽ ഏതാണ്ട് 6 വർഷക്കാലം ജീവിക്കുകയും പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മാറുകയും ഉണ്ടായി. അപ്രകാരം വീണ്ടും പരമമായ സത്യം കണ്ടുപിടിക്കാനുള്ള വഴികളിൽ ഗൗതമ ബുദ്ധൻ അലഞ്ഞു. അങ്ങനെ നാനാദേശങ്ങളിലായി പര്യടനം നടക്കുന്ന സമയത്താണ് അദ്ദേഹം ബുദ്ധഗയയിൽ എത്തുന്നത്. അതായത് ഇന്നത്തെ ബോധഗയ. അവിടെ ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാന നിമഗ്നനായി അദ്ദേഹം ഒട്ടേറെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയും ഇവിടെ വച്ചാണ് അദ്ദേഹത്തിന് ദിവ്യജ്ഞാനം ഉണ്ടാവുന്നതും താൻ തേടി നടന്നിരുന്ന പരമമായ സത്യം കണ്ടുപിടിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ തത്വചിന്ത പിന്നീട് ബുദ്ധമതം എന്നും അറിയപ്പെട്ടു. ബുദ്ധനും മഹാവീരനും ഒരേ സമയത്ത് ജീവിച്ചവരാണെങ്കിൽ പോലും ഇരുവരും തമ്മിൽ കണ്ടിട്ടുള്ളതിന് യാതൊരുവിധ തെളിവുകളുമില്ല. പക്ഷേ ജൈനമത ആചാര്യന്മാരുമായി ബുദ്ധൻ അനേകം സംവാദങ്ങൾ നടത്തുകയും അവിടെയൊക്കെ തന്നെയും ബുദ്ധൻ്റെ ആശയങ്ങൾ വിജയിക്കുകയുമുണ്ടായി. ഏതായാലും പിന്നീടുള്ള വർഷങ്ങളിൽ ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വ്യാപൃതനാവുകയും വലിയൊരു ശിഷ്യസമ്പത്ത് തന്നെ നിർമ്മിക്കുകയും ചെയ്തു. കുശിനഗറിൽ വെച്ച 80-ാമത്തെ വയസ്സിലാണ് ബുദ്ധൻ നിര്യാതനാവുന്നത്. കർമ്മമാണ് മനുഷ്യൻ്റെ വിധിയെ നിർണ്ണയിക്കുന്നതെന്നും അതിനാൽ കർമ്മത്തെ കുറ്റമറ്റതാക്കുകയാണ് മനുഷ്യൻ്റെ നിർവ്വാണ സിദ്ധിക്കുള്ള വഴിയെന്നും ബുദ്ധമതം അനുശാസിക്കുന്നു. ഒപ്പം തന്നെ ജൈനമതത്തിലെ അഹിംസ എന്ന തത്വം ബുദ്ധിസത്തിലും നിലകൊണ്ടു. ജാതിരഹിത സമൂഹത്തിനായി ബുദ്ധിസം വാദിക്കുകയുണ്ടായി. ഏതായാലും ബുദ്ധിസം എന്നത് ആകാല വ്യവസ്ഥിതിയെ പുരോഗമന പാതയിലേക്ക് നയിക്കാനുള്ള ഒരു ബാലൻസ്ഡ് അപ്രോച്ച് സ്വീകരിച്ചതായി പല മേഖലകളിലും കാണാവുന്നതാണ്. ഒപ്പം ബുദ്ധൻ്റെ കാലത്ത് മഗധത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ബുദ്ധമതം നാനാദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ നിർണായകമായി മാറിയത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടമാണ്. അശോകൻ്റെ കാലത്തോടെ അത് ഇന്ത്യൻ അതിർത്തികളും കടന്ന ശ്രീലങ്ക, കംബോഡിയ, മ്യാൻമർ, ചൈന തുടങ്ങി ഒട്ടനവധി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പടരുകയുണ്ടായി. ഇന്നും ഈ രാജ്യങ്ങളിൽ ബുദ്ധിസത്തിൻ്റെ സ്വാധീനമുണ്ട്. അപ്രകാരം ഈ മതത്തിൻ്റെ നായകസ്ഥാനത്ത് ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബുദ്ധൻ നിർണായകമായപ്പോൾ ആ വളർച്ചയ്ക്ക് സഹായകമായി അശോകനും നിലകൊണ്ടു. അശോകൻ കൂടാതെ കനിഷ്കൻ, ഹർഷൻ തുടങ്ങിയ രാജാക്കന്മാരുമൊക്കെ ഈ മതത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ സഹായകമായി. ജാതിരഹിതമായി സാമൂഹ്യ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ മതത്തിൻ്റെ സ്വഭാവവിശേഷം സാധാരണ ജനസമൂഹത്തെ ഈ മതത്തോട് കൂടുതൽ അടുപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ബുദ്ധമത തത്വങ്ങൾ പ്രാദേശിക ഭാഷകളിൽ പ്രചരിപ്പിച്ചതിനാൽ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിനും കാരണമാവുകയുണ്ടായി. ബുദ്ധമത സന്യാസികളെ ഭിക്ഷുക്കളെന്നും സാധാരണക്കാരെ ഉപാസകരെന്നുമാണ് വിളിക്കാറ്. പിന്നീട് ബുദ്ധമതവും വിഭജിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അത് ഹിനായാന, മഹായാന, വജ്രായന എന്നിങ്ങനെയാണ്. ഏതായാലും ബുദ്ധിസം എന്നത് ഒരു ലോകമതമായെങ്കിൽ പോലും ഇന്ത്യയിൽ ലഡാക്ക് മേഖലകൾ ഒഴികെ ബാക്കിയിടങ്ങളിൽ നിന്ന് ബുദ്ധിസം ഇല്ലാതാവുന്നതാണ് ഏവരും കണ്ടത്. ബുദ്ധന് ശേഷം മതം ക്ഷയിച്ചു തുടങ്ങി. ബുദ്ധമതം പല വിഭാഗങ്ങളായപ്പോൾ മഹായാന വിഭാഗക്കാർ ബുദ്ധനെ തന്നെ ദൈവമായി ആരാധിച്ചത് അത് ബുദ്ധമതത്തിൻ്റെ തത്വത്തെ തന്നെ നശിപ്പിച്ചു. മറ്റ് ഒട്ടനേകം കാരണങ്ങളും ബുദ്ധമതത്തിൻ്റെ തളർച്ചയ്ക്ക് കാരണമായി കണ്ടെത്താവുന്നതാണ്. ജാതി വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ ഉച്ചനീചത്വങ്ങളെ ബുദ്ധമതം പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. പകരം ശൂദ്രർക്കും സ്ത്രീകൾക്കും സമൂഹത്തിൽ പ്രത്യേക പരിഗണന തന്നെ നൽകുകയുണ്ടായി. അത് വലിയൊരു പുരോഗമന മുന്നേറ്റമായി ആ കാലത്ത് കാണാവുന്നതാണ്. ഇത്തരത്തിലുള്ള ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കാരണം ഹിന്ദുമതം പിന്നീട് പല മാറ്റങ്ങൾക്കും കാരണമാവുകയുമുണ്ടായി. ശങ്കരാചാര്യർ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ഓർക്കുക. ഏതായാലും ഭാരതത്തിൻ്റെ പൊതുവായ സാംസ്കാരിക വികസനത്തിന് ബുദ്ധമതം മഹത്തായ സംഭാവനകൾ നൽകുകയുണ്ടായി. ഇന്ത്യയിൽ പൊതുവെ ക്ഷയിച്ചെങ്കിലും അതിൻ്റെ ചരിത്രശേഷിപ്പുകൾ ഇവിടങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല മേഖലകളിലായി ബുദ്ധിസം ഇന്നും നിലനിൽക്കുന്നുണ്ട്.